ഹായ് മക്കിൾസ്, ഇത്തവണ SLC എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് കാത്തു നിൽക്കുന്ന ടീംസിനോടാണ് ഒന്നാമത്തെ കാര്യം. ഈ എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ എക്സാം എന്താണെന്ന് അറിയണ്ടേ. ഈ സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ എജുപോർട്ടിൻ്റെ സ്കോളർഷിപ്പ് എക്സാമാണ്. ആഹാ, എങ്ങനെ? ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ, നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ടൗണിൽ പോയിട്ട് എഴുതാൻ പറ്റുന്ന ഓഫ്ലൈൻ എക്സാമാണ് ഈ സെറ്റ് എക്സാം. ഈ എക്സാം എഴുതിയാൽ ഗുണം എന്താ? ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 +2 10 കഴിഞ്ഞില്ലേ, ഈ +1 +2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ആ ഇഷ്ടപ്പെട്ട കോഴ്സ് തികച്ചും സൗജന്യമായി അല്ലെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ചിലക്കായിരിക്കും, സർ ഇത് ടോപ്പായുള്ള 100 ആൾക്കാർക്ക് മാത്രമാണോ കിട്ടുക? അങ്ങനെയൊന്നുമല്ല. 5000-ഓളം ആൾക്ക് ഈ സ്കോളർഷിപ്പ് എക്സാം ഉണ്ടായിരിക്കും. സോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇത്തിരി മാർക്ക് കുറവാണോ, പഠിത്തം കുറച്ച് കുറവാണോ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. 5000-ഓളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എക്സാം ഉണ്ടാവും. സോ എന്തായാലും പോയിട്ട് എക്സാം എഴുതുക. സോ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. എന്തിനാണ് വെറുതെ ഒരു ഓപ്പർച്യൂണിറ്റി വെറുതെ നശിപ്പിക്കുന്നത്? പോയി എഴുതിക്കോ, തൊട്ടടുത്തുള്ള സ്ഥലമല്ലേ, ഒന്ന് ട്രിപ്പൊക്കെ ആവും, നോ പ്രോബ്ലം. ഇനി അഥവാ അവിടെ ഞങ്ങളൊക്കെ ഉണ്ടാവുക, ഞങ്ങളും കാണാം. രണ്ടാമത്തെ കാര്യം, ഇനി ഈ എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ സാറേ ഞങ്ങൾ ഏതൊക്കെയാണ് പഠിക്കണം, എല്ലാ ഭാഗങ്ങളും പഠിക്കണോ? വേണ്ട, ഞങ്ങളിങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കും. ഞങ്ങൾ കുറച്ച് പാഠങ്ങൾ മാത്രം പറഞ്ഞുതരും. ആ പാഠങ്ങൾ മാത്രം പഠിക്കുക, നല്ല ഉഷാറായിട്ട് വന്ന് എക്സാം എഴുതുക. സോ നല്ലോണം കണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഫേവറേറ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കും. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, സ്റ്റേറ്റ് സിലബസിൻ്റെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ, സാധാ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികളാണെങ്കിൽ അവരുടെ സിലബസ് എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നാമകരണവും ഐസോമറിസവും എന്നുള്ള ആ പാഠമില്ലേ, ആ പാഠം. കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം എന്നുള്ള ആ ചാപ്റ്റർ. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹ നിർമ്മാണം എന്നുള്ള ആ പാഠം. ഈ 3 ചാപ്റ്റർ മാത്രമാണ് കെമിസ്ട്രി എന്ന് ചോദിക്കുക. സോ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വരിക. ഇനി ഫിസിക്സ് ആയിക്കോട്ടെ, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. രണ്ടാമത് ഏതാ? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ കാന്തിക ഫലം. മൂന്നാമത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. നാലാമത്തേതാടാ? വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഈ പാഠത്തിനായിരിക്കും ഫിസിക്സ് എന്ന് ചോദ്യം ഉണ്ടാകുക. സോ ഫിസിക്സ് ഈ ചാപ്റ്റർ, കെമിസ്ട്രി ആ ചാപ്റ്റേഴ്സ്. ഇനി അടുത്തത് ബയോളജി ആണെന്നുണ്ടെങ്കിൽ സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്, അറിയാനും പ്രതികരിക്കാനും എന്നുള്ള ആ ചാപ്റ്ററില്ലേ, ആ ചാപ്റ്റർ. അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്, ഇഴപിഴയുന്ന അങ്ങനത്തെ ജനിതക രഹസ്യങ്ങൾ, ആ ചാപ്റ്ററും പഠിക്കണം. പിന്നെ റീപ്രൊഡക്ഷൻ, നമ്മളെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ കൂടി പഠിച്ചു വരണം. ഇതാണ് ബയോളജിയുടെ സിലബസ്. അപ്പോൾ ഫിസിക്സായി, കെമിസ്ട്രിയായി, ബയോളജിയായി. ഇനി അടുത്ത ഏതാടാ? മാത്സ്, പോളിനോമിയൽസ് ആ പാഠം. പിന്നെ ഏതാ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാംകൃത സമവാക്യങ്ങൾ എന്നുള്ള ആ പാഠമല്ലേ, ആ പാഠം. പിന്നെ ഏതാടാ? അരിത്തമെറ്റിക് സീക്വൻസ്, നമ്മൾ ഒന്നാമത്തെ സമാന്തര ശ്രേണികളുടെ ആ പാഠം. ട്രിഗണോമെട്രി. ഇതായിരിക്കും ഫിസിക്സിനും കെമിസ്ട്രിന്നും മാത്സിനും ബയോളജി എന്നുള്ള നിങ്ങളുടെ സിലബസ്. ഇതിന് പുറമെ ഒരു 10 മാർക്ക് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് വെറുതെടാ, ഇപ്പോൾ PSC എക്സാമിലൊക്കെ ഉണ്ടാവില്ല, വെറുതെ നിങ്ങൾക്ക് കണക്കിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. LSS എഴുതിയ കുട്ടികൾക്ക് അറിയാം, USS എഴുതിയ കുട്ടികൾക്ക് അറിയാം. അങ്ങനെയുള്ള ജനറലി ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്, നിങ്ങളെ കണക്കിലുള്ള ഒരു വൈദഗ്ധ്യം തെളിയിക്കാൻ വേണ്ടിയുള്ള ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ് അതും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 50 ചോദ്യങ്ങൾ ഉണ്ടാവും, 60 മിനിറ്റ് ഉണ്ടായിരിക്കും. ഇതാണ് സ്റ്റേറ്റ് സിലബസിൻ്റെ അല്ലെങ്കിൽ 10ാം ക്ലാസ് കേരള സർക്കാർ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികളുടെ ഇപ്പോഴത്തെ ഈ സാറ്റ് എക്സാമിൻ്റെ സിലബസ്. വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക. ഇനി ഇതിന് നിങ്ങൾക്ക് പുറമെ മോക്ക് എക്സാമും നടത്തും. ചില ആൾക്കാർ പറയും, സർ ഇതിലൊക്കെ എങ്ങനെ നടത്തുക, ഇതിലൊക്കെ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക, ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെ വരിക എന്നുള്ളതൊക്കെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ആദ്യം അതിന് മുമ്പ് ഞങ്ങളൊരു മോഡൽ എക്സാം നടത്തും. അതൊക്കെ എജുപോർട്ടിൻ്റെ ആപ്പ് വഴിയായിരിക്കും. സോ എന്തായാലും പോയി രജിസ്റ്റർ ചെയ്തിടുക. എന്തായാലും വെക്കേഷൻ അല്ലേ, പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. രജിസ്റ്റർ ചെയ്തിട്ടോ, പോയി എഴുതിക്കോ, നല്ലതാണ്. ഇനി അതല്ല, നിങ്ങൾ CBSE സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സിലബസ് എന്താടാ? ഫിസിക്സ് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ഉള്ള ചാപ്റ്റർ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആ ചാപ്റ്റർ ആയിരിക്കും. ഫിസിക്സ് ആണെങ്കിലോ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ദി ഹ്യൂമൻ ഐ ആൻഡ് ദി കളർഫുൾ വേൾഡ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ ചാപ്റ്റർ ആയിരിക്കും ആർക്കുണ്ടാകുക? ഫിസിക്സിൽ നിന്ന് CBSE സ്റ്റുഡൻസ് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. പിന്നെ ബയോളജി ആണെങ്കിലോ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹെറിഡിറ്റി, ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്. ഈ 3 ചാപ്റ്റേഴ്സാണ് CBSEക്കാർ ബയോളജി നിന്ന് പഠിക്കേണ്ടത്. അതിന് പുറമെ മാത്സ് ആണെങ്കിൽ പോളിനോമിയൽസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. ഈ ചാപ്റ്ററും അതിൻ്റെ കൂടെ ആപ്റ്റിറ്റ്യൂഡിനുള്ള ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 50 ക്വസ്റ്റ്യൻസ്, 60 മിനിറ്റ്, 10 ചോദ്യം 10 ചോദ്യം 10 ചോദ്യം 10 ചോദ്യം 10 ചോദ്യം, 50 ചോദ്യം,
60 മിനിറ്റ്. റെഡി അല്ലേ? സെറ്റല്ലേ? ആർക്കും എതിരായി പറയുന്നില്ലല്ലോ. സോ ഒന്നാമത്തെ കാര്യം നന്നായിട്ട് പഠിക്കുക. ഇങ്ങോട്ട് പോയിട്ട് ആ എക്സാം ഒന്ന് എഴുതുക. ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, സാർ ഈ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കുഴപ്പമില്ലായിരുന്നു. എടാ എക്സാമിൻ്റെ കുറച്ച് ദിവസം മുമ്പേ ഇതിൻ്റെ ഒരു മോഡൽ എക്സാം എജുപോർട്ടിൻ്റെ ആപ്പിൽ നടത്തും. സോ രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും അതിൻ്റെ ലിങ്ക് കിട്ടും. സോ ആ എക്സാം എഴുതി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓടാ ഈ ഒരു എക്സാം മെയ് 6 നടക്കാൻ പോകുന്ന ഈ ഒരു എക്സാം നിങ്ങൾ മിക്ക കുട്ടികളും എഴുതിയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം എന്താ, ഈ എക്സാം നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് +1 +2 ഒരു സ്കോളർഷിപ്പ് കിട്ടും. സോ വളരെ കുറഞ്ഞ പൈസ കൊണ്ട് നിങ്ങൾക്ക് എജുപോർട്ടിൽ എന്ത് ചെയ്യുക, പഠിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, എന്തായാലും ആ മെയ് 6 സ്കോളർഷിപ്പ് എക്സാമിന് നിങ്ങൾ ഉണ്ടായിരിക്കണം ആ എക്സാം സെൻറ്ററിൽ. ഞങ്ങളും വരും നിങ്ങളെ കാണാൻ. സോ ഗൈസ്, വേഗം താഴെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. സീ യു ദർ. ബൈ.